ഒരു ഇടികല്ലെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു സവോളയുടെ തോല്, നമ്മൾ സവോള തൊലിക്കുമല്ലോ, തോലെടുക്കുമ്പോൾ അതിൻ്റെ മേലത്തെ പുറന്തോട് മാത്രം ഇതുപോലെ ഒരു സവോളയുടെ എടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് അതിനിതുപോലെ ഒന്ന് മുറിച്ച് ഇടികല്ലിലിട്ട് നന്നായി ഒന്ന് ഇടിക്കുക. അപ്പോൾ അതിൻ്റെ നീര് നന്നായി തന്നെ നമുക്ക് കിട്ടും. മിക്സിയുടെ ജാറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, വളരെ കുറച്ചല്ലേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അത് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു നീര് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഡെറ്റോൾ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ എടുത്തിട്ട് നനച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട്, പല്ലിയുടെയും പാറ്റയുടെയും ശല്യമൊക്കെ കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്ത്, ഇപ്പോൾ ജനലിൻ്റെ അവിടെയാണെങ്കിലും ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയാണ്, ഫ്രിഡ്ജിൻ്റെ വാഷിംഗ് മെഷീൻ്റെ സൈഡിലൊക്കെ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കബോർഡിനകത്തൊക്കെ വരും, ഗ്യാസ് സിലിണ്ടർ വെച്ചിരിക്കുന്ന അവിടെ ഒക്കെ ശല്യം ഉണ്ടാവുമല്ലോ. ഈ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. പക്ഷേ ഒരു ദിവസം ഇട്ടിട്ട് പോയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ